9 മാസമായി ഒളിവിലായിരുന്ന തീവ്രവാദ കേസുകളിലെ സാക്ഷി യൂസഫ് എന്ന മണിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മട്ടന്നൂർ കോടതിയിൽ PDP പ്രവർത്തകർക്കും അഭിഭാഷകനുമൊപ്പം ഹാജരായി മൊഴി നൽകിയ ശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് പ്രത്യേക അന്വേഷണ സംഘം മണിയെ ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തത്. 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് MV ഷിബുവിന് മുന്നിൽ മൊഴി നൽകി മട്ടന്നൂർ കോടതിയിൽ നിന്ന് പുറത്തുവന്ന യൂസഫ് എന്ന മണിയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പോലീസിനൊപ്പം പോകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ബലം പ്രയോഗിച്ച് ജീപ്പിൽ കയറ്റിയത് കോടതി വളപ്പിൽ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചു. PDP പ്രവർത്തകർക്കും അഭിഭാഷകനുമൊപ്പമാണ് കോടതിയിൽ എത്തിയത്. കഴിഞ്ഞ മാർച്ചിൽ അബ്ദുൽ നാസർ മഅദനിക്കൊപ്പം വാർത്താസമ്മേളനത്തിലാണ് യൂസഫ് എന്ന മണിയെ ഒടുവിൽ പുറം ലോകം കണ്ടത്. തന്നെ ആരും ഒളിപ്പിച്ചതല്ലെന്നും കൊല്ലം ജില്ലയിലെ കൊട്ടിയത്ത് ജോലി ചെയ്യുകയായിരുന്നുവെന്നും യൂസഫ് എന്ന മണിയുടെ മൊഴിയിലുണ്ട്. മഅദനി ഒളിപ്പിച്ചതാണെന്ന് ഭാര്യ നൽകിയ പരാതിയിലുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ നാട്ടിൽ നിന്ന് മാറി നിന്നതിൽ മഅദനിക്ക് പങ്കില്ലെന്നായിരുന്നു മറുപടി. പോലീസിന്റെ നിരന്തര ചോദ്യം ചെയ്യലിനും അടുത്താണ് നാട്ടിൽ നിന്ന് മാറി നിന്നത്. തന്നെ പോലീസിന് വിട്ടുനൽകരുതെന്ന് ഇയാൾ കോടതിയിൽ ആവശ്യപ്പെട്ടു. സ്വന്തം ഇഷ്ടപ്രകാരം പോകാൻ യൂസഫ് എന്ന മണിയെ അനുവദിക്കുകയായിരുന്നു. ഹാജരായതറിഞ്ഞ് ഭാര്യ ഹസീനയും കുഞ്ഞും കോടതിയിൽ എത്തിയിരുന്നു. കസ്റ്റഡിയിലെടുത്ത യൂസഫിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും.